ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ 3 കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞിരുന്നു. 1, ഹമാസ് ആയുധം താഴ്വയ്ക്കണം, പൂർണ്ണമായും ഹമാസ് ആയുധമില്ലാതാകണം. 2, ഹമാസിന് ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ അധികാരവും ഭരണാധികാരവും ഗാസയിൽ ഉണ്ടാവാൻ പാടില്ല. 3, ഇനി ഒരിക്കലും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ആരും ഭീഷണി ഉയർത്തരുത്. ഈ 3 കാര്യങ്ങൾ നിറവേറ്റാതിരിക്കാൻ ഇസ്രായേലിന് സാധ്യമല്ല. എന്നാൽ ഇത് 3 നടക്കാത്ത സാഹചര്യമാണ്. കാരണം ഹമാസ് ആയുധം താഴെ വെച്ചിട്ടില്ല, ഹമാസ് തന്നെയാണ് ഇപ്പോൾ നിയന്ത്രണം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സുരക്ഷിതമാണ് എന്ന് പറയാനും സാധ്യമല്ല. ഇത് ഇസ്രായേലിൽ ആശങ്കയുണ്ടാക്കുന്നു, നെതന്യാഹുവിന് പ്രശ്നമുണ്ടാക്കുന്നു. മാത്രമല്ല, ഇതിനിടയിൽ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഹമ്മദ് നസാൽ ദോഹയിൽ വെച്ച് റോയിറ്റേഴ്സിന് കൊടുത്തൊരു അഭിമുഖം വിവാദമാകുന്നുണ്ട്. മുഹമ്മദ് നസാൽ പറയുന്നത്, ഒരു കാരണവശാലും ഹമാസ് ആയുധം താഴെ വയ്ക്കുകയില്ല, ഹമാസ് ഭരണം ഒഴിഞ്ഞു പോവുകയുമില്ല, ഹമാസിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഗാസ, അതില്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല, അത് ആര് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കുകയില്ല. ആകപ്പാടെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ദീർഘകാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം. ഇസ്രായേൽ ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളും ഉപദ്രവിക്കാതിരിക്കാം. വരുന്ന 5 വർഷത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം. ഈ 5 വർഷം കൊണ്ട് ഗാസയെ പുനഃസൃഷ്ടിക്കാൻ ലോകം ഒരുമിച്ച് നിൽക്കണം. ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ആക്രമിക്കാതിരിക്കാം. അങ്ങനെ 5 വർഷം കൊണ്ട് ഗാസയെ പുനഃസൃഷ്ടിച്ചതിന് ശേഷം ചർച്ചയാവാം എന്നാണ് നസാൽ പറയുന്നത്. ഇത് ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇസ്രായേൽ അങ്ങനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഹമാസിന് ശക്തിപ്പെടാനും ഹമാസിന് അധികാരം ഉറപ്പിക്കാനും ഒക്കെയുള്ള സാധ്യത തെളിഞ്ഞു വരും. ട്രംപ് ആവട്ടെ ഒരക്ഷരം പോലും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി വാ തുറന്നാൽ ഉടൻ ട്രംപ് ശകാരിച്ച് വായടപ്പിക്കുന്നു. ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടുന്നതിന് വേണ്ടി സമാധാനത്തിന് ദൂതനാവാൻ അറബ് രാഷ്ട്രങ്ങൾക്കൊപ്പം ഒരുമിച്ച് ചേർന്ന് വഞ്ചിച്ചു എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. ട്രംപിന്റെ കടുത്ത നിലപാടിനെ എതിർക്കാൻ കഴിയാതെ ഇസ്രായേൽ വെള്ളം കുടിക്കുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്. ഹമാസിനോട് വിട്ടുവീഴ്ച ചെയ്ത് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല, അത് രാഷ്ട്രീയപരമായി ആത്മഹത്യയായിരിക്കും എന്ന് നെതന്യാഹുവിനും അറിയാം. എന്തായാലും ട്രംപിന്റെ മധ്യസ്ഥതയിൽ ആരംഭിച്ച സമാധാനം നിലനിൽക്കാൻ ട്രംപ് പരിശ്രമിക്കുമ്പോൾ ഇസ്രായേലിന് അത് തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്.